ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഷോർട്സ് ഇട്ടതിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമുക്ക് ഈ ഒരു ഷീറ്റ് വെച്ചിട്ട് എന്തുണ്ടാക്കാമെന്നുള്ളത്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഈ ഷീറ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. നല്ല സ്ക്വയർ പോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇത് നമ്മൾ കാർപ്പറ്റ് എന്നൊക്കെ പറയും കേട്ടോ. ഞങ്ങളുടെ വീട്ടിലിത് ടൈലിടാത്തതുകൊണ്ട് നിലത്ത് വിരിച്ചിട്ടുള്ളൊരു ഷീറ്റാണ്. അത് അത്യാവശ്യം കീറിയപ്പോൾ അമ്മ എടുത്ത് കളയാൻ വേണ്ടി വെച്ചതാണ്. അപ്പോൾ ഞാനത് എടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് നമ്മളിതേ കപ്പലണ്ടി മിഠായി പൊതിയില്ലേ, ആ ഒരു ഷേപ്പിനൊന്ന് പൊതിഞ്ഞെടുത്തിട്ട് നമ്മുടെ സ്റ്റാപ്ലെയർ വെച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഗമ്മൊന്നും ഇട്ട് ഒട്ടിച്ചാൽ ഇത് നിൽക്കില്ല. അത്യാവശ്യം കട്ടിയുള്ളൊരു ഷീറ്റാണ് കേട്ടോ. എന്നിട്ട് കറക്റ്റായിട്ട് അത് ഒട്ടിച്ച് കൊടുത്തതിന് ശേഷം ഞാനിതേ ബാക്കിയുള്ള ഈ ഭാഗം ഉണ്ടല്ലോ അതൊന്ന് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് ക്രിസ്മസ് ട്രീ ആണ്. അപ്പോൾ ഇതേ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് നമ്മുടെ താഴ്ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ കട്ട് ചെയ്തെടുത്തിട്ട് നമ്മുടെ ഈ ഒരു ഷേപ്പിനാക്കി എടുക്കുക കേട്ടോ. ഇനിയാണ് നമ്മളിത് ക്ലീൻ ചെയ്ത് എടുക്കണത്. ആദ്യം ഇത് ക്ലീൻ ചെയ്ത് എടുക്കാത്തത് നിങ്ങൾ വിചാരിക്കേണ്ടാവും ഇതെന്താ ക്ലീൻ ചെയ്യാത്തതെന്നല്ലേ. നമ്മൾ ഈ ഒരു ഷേപ്പിനാക്കി എടുത്താൽ ആ ഭാഗം മാത്രം ക്ലീൻ ചെയ്താൽ മതി, ബാക്കിയുള്ള ഭാഗം നമുക്ക് ആവശ്യമില്ലല്ലോ. ഇനി ഇതേ ഞാൻ നല്ല സ്ക്രബ്ബറൊക്കെ ഇട്ട് തേച്ചരച്ച് കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലുള്ള പേപ്പറാണ്. നമ്മൾ ഫ്ലവറൊക്കെ ഉണ്ടാക്കാൻ എടുക്കുന്ന പേപ്പർ, കട്ടി കുറഞ്ഞ പേപ്പർ, പച്ച കളറിലുള്ളത്. ഇതേ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ചെറിയ ചെറിയ പീസുകളാക്കി സ്ക്വയർ പീസുകളാക്കിയിട്ട് നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേ ഇങ്ങനെ കുഞ്ഞു 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 പീസുകളായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നേരെ സ്ക്വയർ തന്നെ ആയിരിക്കണം, വേറെ ഷേപ്പിൽ അങ്ങനെ പോകുന്നു വേണ്ട. കറക്റ്റ് സ്ക്വയറിലില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് ചെരിഞ്ഞാലും പ്രശ്നമില്ല. ഇങ്ങനെ പീസാക്കി നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ നമ്മുടെ ക്രിസ്മസ് ട്രീയുടെ ഒരു ഷേപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ ഷീറ്റ് കൊണ്ട്, അത് എടുക്കുക. ഇതുപോലെ നന്നായിട്ട് ഗമ്മ് തേച്ച് കൊടുക്കുക. ഫെവിക്കോളാണ് ഏറ്റവും ബെറ്റർ. എന്നിട്ട് ഇതേ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പീസ് ഉണ്ടല്ലോ, പേപ്പറിൻ്റെ പീസ്, അതെടുക്കുക. അത് ഇതുപോലെ ഒരു പെന്ന് വെച്ചിട്ട് ഇതുപോലെ ആക്കിയെടുക്കുക കേട്ടോ. ഒരു പെന്ന് വെച്ചിട്ട് അതിൻ്റെ ബാക്ക് ഭാഗം കൊണ്ട് ഒന്ന് ഇതുപോലെ ഒന്ന് കുത്തി കൊടുത്താൽ ഇങ്ങനെ കിട്ടും. എന്നിട്ട് നമ്മുടെ ഈ ഗമ്മും ഇങ്ങനെ ഓരോ പീസ് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ. ഇത്രയേ ഉള്ളൂ. ഈ കംപ്ലീറ്റ് നമ്മുടെ ആ ഷേപ്പിൽ ക്രിസ്മസ് ട്രീയുടെ ഷേപ്പിൽ ഇതുപോലുള്ള പീസ് ഇങ്ങനെ ആക്കി ഒട്ടിച്ച് കൊടുക്കുകയാണ്. നമുക്ക് വേറെ പണിയൊന്നുമില്ല. അപ്പോൾ ഇതേ ഇങ്ങനെ എല്ലാതും ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുമ്പോൾ തന്നെ അത് നന്നായിട്ട് കാണാൻ നല്ല ഭംഗിയിൽ വരും കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ക്രാഫ്റ്റൊക്കെ ചെയ്യാൻ ഇഷ്ടമുള്ളവരാണെന്നുവെച്ചെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റമാണ് കേട്ടോ. ഇനി നിങ്ങൾക്ക് ഈ ഷീറ്റ് വേണമെന്നൊന്നുമില്ല, നിങ്ങൾക്കിത് കാർഡ്ബോർഡിൻ്റെ ചട്ടമിലും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതേ ഇങ്ങനെ ചെയ്തെടുത്തിട്ട് നമ്മളിത് ഫുള്ളാക്കി എടുത്തിട്ടുണ്ട്. കാണാൻ നല്ല അടിപൊളി ലുക്കിൽ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ തെർമോക്കോളിൻ്റെതും ഇതുപോലെ ഒട്ടിച്ച് കൊടുക്കുക. പിന്നെ മുകളിലായിട്ട് ഒരു കുഞ്ഞ് സ്റ്റാറും കൂടി വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കാണാൻ നല്ല കിട്ടിക്കാശി ലുക്കിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ക്രാഫ്റ്റൊക്കെ ചെയ്യാൻ താല്പര്യമുള്ളവർ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ സിമ്പിളായിട്ടുള്ള ക്രാഫ്റ്റാണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ്. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.